നമ്മുടെ പടത്തിന്റെ കാര്യം എന്നായി വേണു സാറേ? ഒരു പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പടം അവിടെ ഒരു കുറെ ആക്ഷൻ കുത്തി കയറ്റി നിറച്ചേക്കുന്ന ഒരു സിനിമ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. എന്നാ ഞാൻ തെളിച്ചു പറയാം. ഈ സിനിമ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തലവേനിക്കും കേട്ടോ. ഇത് വല്ലാത്ത തൊന്തരവായില്ലേ. അതുകൊണ്ട് ഒരാള് 2-3 പേര് നല്ല അമൃതാഞ്ജനോ അതൊക്കെ കൊണ്ടുപോകണം, നല്ലതായിരിക്കും. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഓവർ ഡൂയിങ് ആയെന്ന് മാത്രമല്ല, ഒരു പരിധി കഴിഞ്ഞപ്പോഴും ഇത് ഒരു ശബ്ദമലിനീകരണമായി മാറി. ഇത് സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നല്ല ഒന്നാം തരം പാലക്കാടൻ കുത്തരി തിന്നാൻ തരുന്നതിന്റെ കുത്തിക്കഴപ്പല്ലേ നീ കാണിച്ചത്? അതായത് സീൻസ് സാധാ വെറുതെ നടന്നു പോകുന്ന സീൻസിന് വെറുതെ ഒന്നാമതായി സിനിമയ്ക്കകത്ത് സൈലൻസ് തീരെ ഇല്ല. ഇത് ഇവർ ഉദ്ദേശിച്ചത് ഒരു തെലുങ്ക് പടമൊക്കെ പോലത്തെ. മനസ്സിലായി. പക്ഷെ ഇതിലൊരു കാര്യം വിട്ടുപോയി. ഇത് ആളുകളായിട്ട് കണക്ട് ആവുന്ന, പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസിന് കണക്ട് ആവുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള എഴുത്തും പരിപാടിയും സീൻസും എലിവേഷൻസും ഇമോഷൻസും ഒന്നും നടന്നിട്ടില്ല. എന്തായി സംഗതി കുളമായി. എന്ത് സ്റ്റോറി വൈസ് ആയിക്കോട്ടെ, ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പൊ ആ പ്രതീക്ഷയും പോയി. ഇത് പെപ്പവെന്ന് ഇടിക്കുക. പെപ്പേന്റെ കാര്യം ആലോചിക്കുമ്പോൾ കഷ്ടമുണ്ട്. നീ മേടിച്ചോ? പുള്ളി നന്നായി പണിയെടുത്തിട്ടുണ്ടാവും, ഒക്കെ സമ്മതിച്ചു. പക്ഷെ പുള്ളിക്ക് ചേരൂല ഈ വേഷം. ഒട്ടും പുള്ളിക്ക് ഒരു ഓറയില്ല, സ്ക്രീൻ പ്രസൻസും ഇല്ല, ഒരു തേങ്ങയില്ല. മൊത്തത്തിൽ നമ്മുടെ ഒരു ബഹളം, മറ്റേ രവി ബ്രസൂർ അണ്ണന്റെ ടിപ്പിക്കൽ ബഹളത്തിൽ കുറെ ഫൈറ്റ് സീക്വൻസസും ഉണ്ട്. അധികം ഓവറാക്കണ്ട. നീയും ഓവറാക്കല. ഞാൻ പറഞ്ഞില്ലേ, ഇതേ ഭയങ്കര ലൗഡില ചെയ്യുക രവി ബ്രസൂർ. വേണ്ടായിരുന്നു. പിന്നെ മൊത്തം ചുമ്മാ കുറെ സ്ലോ മോഷനും. ഇനി കുറച്ച് സ്ലോ മോഷനൊക്കെ ആവാം. അവിടെ നിന്ന് നടന്നു പറഞ്ഞതിന് സ്ലോ മോഷൻ, ഇരിക്കണതിന് സ്ലോ മോഷൻ, നടക്കണതിന് സ്ലോ മോഷൻ, സിഗരറ്റ് വലിക്കണതിന് സ്ലോ മോഷൻ, അങ്ങനെയൊക്കെ ഒരു പടം. ഈ ആൾക്കാരെയൊന്നും എല്ലാ കാലം പറ്റിക്കാൻ പറ്റൂല. അടി നടക്കുന്നതിനിടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് വേണ്ടേ? ഇത് എങ്ങനെയുണ്ടോ 2 മണിക്കൂർ അടി കൂടല, ഇങ്ങനെ അടികൂടി കളിക്കില്ല. എനിക്ക് ലോജിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണം. കുറച്ച് ദിവസം ശരീരം അനങ്ങിട്ട് അപ്പൊ ഇന്നൊരുത്തനെടുത്തിട്ട് ഇടിക്കാന്ന് വെച്ച്. ടു ഓൾ ദ ആക്ഷൻ ഫിലിം മേക്കേഴ്സ് ഔട്ട് ദെയർ, ഈ KGF ടെംപ്ലേറ്റ് വിൽ നോട്ട് വർക്ക്. ഭയങ്കര പാടാണ് അത്. ഒന്ന് നിർത്തിയിട്ട് പോവാൻ നോക്ക്, മനുഷ്യന്മാർക്ക് വേറെ പണി. ഹനാൻഷ ഉണ്ട് പടത്തില്. ഹനാൻഷ ഒരു ഡയലോഗ് ഇല്ല ഹനാൻഷയ്ക്ക്. തന്റെ വായിൽ നാവില്ലേ? ഹനാൻ ഷായതിൽ ബദിരനും മൂകനോ സംസാരശേഷിയില്ല. ചേട്ടന്മാരെ അപമാനിച്ചേ, ഞാൻ പോയിക്കോട്ടെ. നീ പോകല്ലേ. അപ്പൊ പുള്ളി ഇങ്ങനെ നമ്മളിങ്ങനെ എന്തോ കണ്ടതുപോലെ പറയൂലേ, അതുപോലെ നിൽക്കും ഫുൾ ടൈം. അതിനി അനങ്ങൂല, ചത്ത്. ഹനാൻ ഷായെ വെച്ചിട്ട് നമ്മുടെ പഴയ സംവിധായകൻ വിനയൻ ഒരു പടം ചെയ്യണം. താൻ ഇങ്ങനെ മിണ്ടാട്ടില്ലാത്ത ആളെ വെച്ചിട്ടൊക്കെ പുള്ളിയാണ് അതിന് ബെസ്റ്റ്. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. ഷെരീഫ് മുഹമ്മദ്, ഷെരീഫ് മുഹമ്മദ്, ക്യൂബൻ ഷെരീഫ് മുഹമ്മദ്. ഇതിൽ സിനിമയിൽ ഇദ്ദേഹത്തിന്റെ സെൽഫ് പ്രൊമോഷനാണ് കൂടുതലും. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ